ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലേഡീസ് അവറിൽ ആദ്യം സ്മാർട്ട് ലേഡി. ഇന്നത്തെ സ്മാർട്ട് ലേഡിയായി നമ്മോടൊപ്പം ഉള്ളത് വൈക്കം പത്മ കൃഷ്ണൻ, പ്രൊഫഷണൽ വയലിനിസ്റ്റ് ആണ്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സ്മാർട്ട് ലേഡി സെഗ്മെന്റിലേക്ക്. സ്വാഗതം. നമസ്കാരം. വയലിനിസ്റ്റ് ആണ്, ഒരുപാട് കച്ചേരികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എത്ര വയസ്സിൽ പഠിച്ചു തുടങ്ങി വയലിൻ? ശരിക്കും ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് വയലിൻ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയതാണോ അതോ വീട്ടുകാർ കൊണ്ട്? പാട്ട് പാടുമായിരുന്നു, പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് വയലിൻ? അങ്ങനെ വയലിൻ ശരിക്കും പറഞ്ഞാൽ വോക്കലിന് ഏറ്റവും സമാനതയോടുകൂടി, സപ്പോർട്ടിങ് മാത്രമല്ല സമാനതയോടുകൂടി എന്ത് പാടുമോ അതിനേക്കാൾ ഒരുപടി കൂടുതലായിട്ട് ആ മ്യൂസിക് കുറച്ചുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് വയലിനാണ്. അതുകൊണ്ട് അങ്ങനെ വയലിൻ സെലക്ട് ചെയ്തതാണ്. ശരി. അപ്പോൾ എത്ര വയസ്സ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? പാട്ട് 5 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ടായിരുന്നു. 8th പഠിക്കുമ്പോഴാണ് വയലിൻ പഠിക്കാൻ? അതെ, വയലിൻ പഠിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ ഗുരു ആദ്യമായിട്ട് വയലിൻ പഠിച്ചു തുടങ്ങിയത് തിരുവനന്തപുരത്തുള്ള സുബ്രഹ്മണ്യ ശർമ്മ സാറിൻ്റെ അടുത്താണ്. അദ്ദേഹമാണ് ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞിട്ട് കുറച്ചു കാലം, ആ 10th സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പഠിച്ചില്ല എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ആരുടെ അടുത്തായിരുന്നു? ചന്ദ്രികാദേവി എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരം സ്വാതന്ത്ര്യനാൾ കോളേജിലെ ലെക്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിച്ചു. ചേർന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ അക്കാഡമിക് തലത്തിൽ പ്രീ ഡിഗ്രി ആണ് അന്ന്, +2 അല്ല. നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസത്തിന് പോകണോ വേണ്ടയോ, അല്ല ഇത് തന്നെ മെയിനായിട്ട് വേണോ എന്നൊരാലോചന വന്നപ്പോൾ എന്തുകൊണ്ടും ഇത് മതി എന്ന് ധൈര്യമായിട്ടൊരു തീരുമാനമെടുത്തു. അതിന് ശരിക്കും മാതാപിതാക്കളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം നല്ല മാർക്ക് വാങ്ങി പാസ്സായവരെ മിക്കവാറും ഡിഗ്രിയോ വേറെ എൻജിനീയറിംഗ് ആ രീതിയിൽ പോകും. അതിന് പകരം ഇല്ല, നമുക്ക് മ്യൂസിക് മതി എന്നുള്ള അതിനൊരു വളരെയധികം സപ്പോർട്ട് തന്നത്, ആഗ്രഹം പറഞ്ഞപ്പോൾ അതിന് വളരെയധികം സപ്പോർട്ട് തന്ന മാതാപിതാക്കളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അപ്പം അന്ന് പ്രൊഫഷണൽ ആകുമെന്നോ ഇത്രയേറെ ഒരു ഉയരങ്ങളിൽ എത്തിച്ചേരുമെന്നോ ഒരു പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ല പഠിച്ചത്. സംഗീതം ഇഷ്ടമാണ്, പഠിച്ചതാണ്. പക്ഷേ കാലക്രമേണ കോളേജിൽ പഠിക്കുകയും അതിൽ ഡിപ്ലോമ പ്രൈവറ്റായിട്ടാണ് എഴുതിയെടുത്തത്. പോസ്റ്റ് ഡിപ്ലോമ കോളേജിൽ ഗോയിങ് ആയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് പത്മശ്രീ കുമാരി കന്യാകുമാരി അവരുടെ കീഴിൽ പഠിക്കുവാൻ സാധിച്ചു. അതുതന്നെയാണ് ഇത് പ്രൊഫഷണൽ ആക്കണം എന്നുള്ളതിനുള്ള ഒരു വലിയ പ്രചോദനം. അതെ. അതിനുശേഷം ധാരാളം കച്ചേരികൾ കുറച്ചു കാലം മദ്രാസിലുണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽഡായി ധാരാളം കച്ചേരികൾ വായിക്കുന്നു. ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യക്കകത്തും പുറത്തും ഉണ്ട്. വീട്ടിലാർക്കെങ്കിലും ഈ വഴിയിൽ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ കച്ചേരി വായിക്കുന്നവരോ പാട്ട് പാടുന്നവരോ? ഇല്ല, പ്രൊഫഷണലായിട്ട് ആരുമില്ല. അതേസമയം അമ്മയും അമ്മുമ്മ, അവരുടെ അമ്മ എല്ലാവരും പാടുമായിരുന്നു. അവർ പാട്ട് പഠിച്ചിട്ടുണ്ട്. ആരും പ്രൊഫഷണലായി വന്നില്ല എന്നേ ഉള്ളൂ. അന്നത്തെ കാലത്ത് പ്രൊഫഷണലായി വരിക എന്നുള്ളത് അത്ര ഈസിയായ കാര്യമല്ല. എനിക്കൊന്ന് സ്വാതി തിരുനാൾ നമുക്കിപ്പോൾ കോളേജൊക്കെ ഉണ്ടെങ്കിൽ പോലും പലരും ഇതൊരു മെയിൻ വിഷയമായി എടുക്കാൻ ഇപ്പോഴും മടിക്കുന്നുണ്ട്. ഒരു സെലക്റ്റഡ്, ഒരു വിരളിൽ എണ്ണാവുന്ന അത്രയും ആൾക്കാർ മാത്രമേ ഇതിലേക്ക് തിരിയുന്നുള്ളൂ. പ്രത്യേകിച്ചും അങ്ങനെ ഒരു കോളേജിൽ പോയി ഇത് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ. ആ കോളേജിൽ പഠിച്ച ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കോളേജിൽ പഠിച്ചത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഈ പെർഫോമിംഗ് ആർട്സ് പഠിക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റൈല് മാത്രമേ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റൂ. നമ്മൾ അതായിരിക്കും ഫോളോ ചെയ്യുക. പക്ഷെ കോളേജിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ശൈലി മനസ്സിലാക്കാനും അത് ഫോളോ ചെയ്യാനും ഉള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി.
അത് മാത്രമല്ല ഞങ്ങളൊക്കെ പഠിച്ച കാലത്തെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പ്രൊഫഷണൽ ആകാൻ വേണ്ടി പഠിച്ചവരാണ്. വളരെ നല്ല ബാച്ച്. അവരെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോൾ പ്രൊഫഷണൽസാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കൂടുതൽ സമയം പ്രാക്ടീസ്, ഇതിൻ്റെ ഉപരിപഠനം, ഇതിലെന്തൊക്കെ ചെയ്യാമെന്നുള്ളത്, അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു 3 വർഷമായിരുന്നു കോളേജിലെ കാലം. അത് എന്നെന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്യൂച്ചറിന് അത്രയേറെ സഹായിച്ചിട്ടുള്ളതായിരുന്നു ആ 3 വർഷക്കാലം. പഠിച്ചതിന് ശേഷം അതായത് ഇപ്പോൾ അവിടെ നിന്നും കിട്ടിയ എന്തെങ്കിലും കോണ്ടാക്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ കോളേജിൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പെർഫോമൻസോ കച്ചേരിയോ അങ്ങനെ എന്തെങ്കിലും? അല്ല, കോളേജിൻ്റെ സപ്പോർട്ട് എന്നുള്ളതല്ല. ഓഫ്കോഴ്സ് എങ്ങനെ നോക്കിയാലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ബേസ് തന്നെയാണ് കോളേജ്. കാരണം കോളേജിലുള്ള അധ്യാപകന്മാരെല്ലാവരും പ്രൊഫഷണൽസാണ്, അവരെല്ലാവരും പെർഫോമിംഗ് ആണ്. ആ ഒരു ചെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ടാണ്. കാരണം ഇത് തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള, പാട്ടുകാർക്ക് ഇപ്പോൾ വയലിനും മൃദംഗം ഇല്ലാണ്ട് പറ്റില്ല. ഇപ്പോൾ വയലിന് ഒരാൾ പാടുന്ന ആളും മൃദംഗം അല്ല, തനിയെ നിൽക്കുന്നതല്ല, എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് വർക്ക്. അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു സക്സസ് ആകുന്നത്. ഒരു ടീം വർക്കാണത്. ശരി, തീർച്ചയായിട്ടും. ഇപ്പോൾ സ്കൂളിൽ നിന്നേ പഠിച്ചു തുടങ്ങിയതാണ്, 8th പഠിക്കുമ്പോഴേ പഠിച്ചു തുടങ്ങിയാണ്. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം? സ്കൂൾ തലത്തിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് തലത്തിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, കോളേജിലും മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് 93 ആൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീഷൻ, അത് കണ്ടക്ട് ചെയ്യുന്ന ആൾ ഇന്ത്യ റേഡിയോ ആണ്. അതിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. അങ്ങനെ തന്നെയാണ് ഗ്രേഡ് കിട്ടിയത്. സാധാരണ ഓഡിഷൻ എന്ന് പറയുക ആൾ ഇന്ത്യ റേഡിയോയുടെ ഗ്രേഡിന്. ഓഡിഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്രേഡ് കൊടുക്കുന്നതാണ് ഈ ആൾ ഇന്ത്യ റേഡിയോയുടെ ആൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടി. അങ്ങനെയാണ് ഗ്രേഡ് കിട്ടിയത്. ബി ഗ്രേഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ബി ഹൈ ആയി. ഇപ്പോൾ എ ഗ്രേഡ് ആയിട്ട് 7 വർഷമായി. സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ കാലം ഓർക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് സർവകലാശാല യുവജനോത്സവം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്നത്തെയും ഇന്നത്തെയും തീർച്ചയായിട്ടും പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അന്നത്തെ ഒരു കാലത്തെ ഒരു മത്സര രീതിയും ഇന്നത്തെ മത്സര രീതിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ? മത്സര രീതി എപ്പോഴും ഏത് കാലത്താണെങ്കിലും മത്സരത്തിന് വേണ്ടി പഠിക്കുന്നവരാ കൂടുതൽ. അങ്ങനെയല്ല, നിങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെ, ഐ മീൻ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ മത്സരത്തിനോട് ഇത്രയ്ക്കൊരു ഇതുണ്ടായിരുന്നോ? പണ്ട് മത്സരം എന്ന് പറഞ്ഞാൽ ഒരു റെക്കഗ്നേഷൻ എന്നുള്ള അതാണ്. പ്രൊഫഷണൽ ആകുന്നവർ അങ്ങനെ കുറവാണ്. അവർ അതിന് വേണ്ടിയിട്ടെന്നുള്ളതല്ല, മത്സരത്തിന് വേണ്ടി മത്സരിക്കുന്നു. ഇപ്പോഴാകുമ്പോൾ മാർക്ക് കിട്ടുക എന്നൊരു വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കൂൾ തലത്തിൽ ഗ്രേഡ് ഉണ്ടെങ്കിലും മാർക്ക് ഉണ്ടെന്ന് വരുമ്പോഴത്തേക്കും അപ്പം ക്വാളിറ്റി ഒന്നും വിഷയമല്ല, എങ്ങനെയെങ്കിലും തല്ലിക്കുത്തി പറഞ്ഞു വയ്ക്കുക, അതിനകത്ത് ഒരു സമ്മാനം കിട്ടുക, അല്ലെ അറ്റ്ലീസ്റ്റ് പരീക്ഷയ്ക്കുള്ള മാർക്ക് കിട്ടാനുള്ള ഒരു ഇതെങ്കിലും ഗ്രേഡെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന കുട്ടികൾ പിന്നീട് ഒരു ഉപരിപഠനത്തിന് പോകാനൊക്കെ ശ്രമം നടക്കാറുണ്ടോ? അത് ഡിപ്പെൻസ്. അതായത് ഇതിന് എത്രത്തോളം നമ്മളിതിനെ വില വയ്ക്കുന്നു, നമുക്കിത് വേണമെന്ന് വിചാരിക്കുന്നു, അതിനനുസരിച്ചാണ്. അതങ്ങനെ തോന്നുന്നതിന് പാരൻസും ടീച്ചേഴ്സും, അതായത് ഈ വിഷയത്തിലെ ഗുരുക്കന്മാരും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവരവന് വേണമെന്ന് തോന്നണം. മാത്രമല്ല മാതാപിതാക്കൾക്ക് ഇത് വേണം, ഇതിന് വിലയുണ്ട്, ഇതൊരു പഠിക്കുന്നു, അപ്പോഴത്തെ കാര്യം കഴിഞ്ഞു, ഇതിനൊരു പ്രൊഫഷനാക്കാൻ ഉദ്ദേശമില്ലെങ്കിലും ഇപ്പോൾ മദ്രാസിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ ശരിക്കും പ്രൊഫഷണലി എഞ്ചിനീയേഴ്സ്, CA അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അതേസമയം അവർ ഇതിൽ വളരെ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ കൂടുതലും മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുകയോ അതിന് കുറച്ച് അങ്ങോട്ട് പഠിത്തം പോകുമോ, പഠിത്തം എന്തെങ്കിലും പ്രശ്നമാണോ, അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ പഠിപ്പിക്കുന്നുണ്ടോ? വീട്ടിലെ ക്ലാസ് ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ബാച്ചായിട്ട് അങ്ങനെയല്ല പഠിപ്പിക്കുക. കാരണം ഇൻഡിവിജ്വൽ ക്ലാസ് എന്നുള്ളതിനേക്കാളും ഈ കൺസർട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഗ്രഡേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, CCRT സ്കോളർഷിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ്. അതും വയലിൻ മാത്രമല്ല, പാട്ട്, വീണ, ഫ്ലൂട്ട്, കീബോർഡ് എല്ലാം പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ സ്റ്റുഡൻസിന് ഒരുപാട് പേർക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങാൻ വരുന്ന കുട്ടികളെ എടുക്കുന്നില്ല, ബിഗിനേഴ്സിന് അധികം എടുക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഈ ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് എഫർട്ട് ഇട്ടാലേ അവർക്ക് ഒരു ഏകദേശം ഒരു ബേസിക് ലെസൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവർക്ക് അത് ശരിക്കും അവർ വേണ്ടി പഠിക്കുകയാണോ അല്ല അവർ കുറച്ച് കഴിയുമ്പോൾ പോകുമോ എന്നുള്ളത് അവരറിയില്ല. അപ്പം അങ്ങനെ ഇതിൽ ശരിക്കും പാഷൻ എന്ന് വിചാരിച്ച് പഠിച്ചാൽ മാത്രമേ,
അത്ര എഫർട്ട് ഇട്ട് പഠിച്ചാൽ മാത്രമേ അതിന് റിസൾട്ട് വരത്തുള്ളൂ. അപ്പൊ എനിക്കൊന്ന് മാം അത്രയും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ മാത്രം. വീണ്ടും ഞാൻ പറയുന്നത്, ഒരു ടൈം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് റിസൾട്ട് വരുമെങ്കിൽ, അത് ആവശ്യമെങ്കിൽ സ്പെൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയം നിങ്ങളുടെ സമയം കളയണ്ട എന്നുള്ള അഭിപ്രായമാണ്.